നാം എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ സമൃദ്ധമായി സംതൃപ്തരായി ഓണം ആഘോഷിച്ചു. ഓണത്തിന് മഹാബലിയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോഴതാ പുതിയ രീതികൾ വരുന്നു. ഓണത്തിൻ്റേതായ ഒരു സന്ദേശം ഒരാൾക്ക് കിട്ടിയത് അദ്ദേഹം എന്നെ കാണിക്കുകയുണ്ടായി. ആ സന്ദേശത്തിൽ മഹാവിഷ്ണു നിൽക്കുന്നു, അതിൻ്റെ മുന്നിൽ വാമനൻ നിൽക്കുന്നു, അതിൻ്റെ താഴെ വാമനൻ്റെ കാൽച്ചുവട്ടിൽ മഹാബലിയെ കാണിക്കുന്നു. നേരത്തെ മഹാബലിയല്ല, വാമനെയാണ് ഈ ദിവസം ഓർക്കേണ്ടത് എന്ന് ചിലർ പറഞ്ഞതും കൂട്ടി വായിക്കണം നമ്മൾ. എല്ലാം നമ്മുടെ ഓണമടക്കം എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെ? ഈ ആപത്തിനെതിരെ ജാഗ്രതയോടെ നീങ്ങിയില്ലെങ്കിൽ. അപ്പോൾ സമൂഹത്തിന് സംഭവിക്കാനിടയുള്ള ആപത്ത് ശ്രീനാരായണ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവ സംരക്ഷിക്കുന്നതിനായി ഉള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാൻ ശിവഗിരിക്ക് കഴിയണമെന്ന് ഒന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മതത്തിൻ്റെ എല്ലാ സാമ്പ്രദായിക അതിരുകളിൽ നിന്നും പുറത്തു കടന്നാണ് ഗുരു മതങ്ങൾക്കതീതമായി മനുഷ്യനെ പ്രതിഷ്ഠിച്ചത്. അവിടെ നിന്ന് ഗുരുവിനെ അപഹരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം കൈവരിച്ച മാനവിക മൂല്യങ്ങളെല്ലാം അപഹരിക്കപ്പെടുക എന്നാണ് അർത്ഥം. ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ ജാതി നശീകരണ ധാരയുടെ വക്താവാണ് ശ്രീനാരായണ ഗുരു. ആ ധാരയിൽപ്പെട്ടവരാണ് അയ്യങ്കാളി, അയ്യാ വൈകുണ്ഠൻ, പണ്ഡിറ്റ് കറുപ്പൻ, കെ.പി. വള്ളോൻ, പൊയ്കയിൽ കുമാരഗുരു, ഇങ്ങനെയെല്ലാമുള്ളവർ. ഹിന്ദുമതവും ജാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദുമതത്തിനകത്ത് വെച്ച് ജാതി പരിഹരിക്കാം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്നാൽ ഹിന്ദുമതം തന്നെ ജാതിയാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഗുരുവിനെയും അംബേദ്കറെയും മാത്രമല്ല, നവോത്ഥാന നായകരെ പലരെയും ഹൈജാക്ക് ചെയ്യാൻ വർഗീയ ശക്തികൾ ശ്രമിച്ചു വരികയാണ്. തീർച്ചയായും ചരിത്രത്തിൻ്റെയും ഗുരുവിൻ്റെ ദർശന തെളിച്ചത്തെയും അട്ടിമറിക്കാനാണ് ഇത്തരം ശ്രമങ്ങൾ. ആ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ വലിയ ആപത്തിലേക്കാണ് നമ്മുടെ സമൂഹം തള്ളിവിടപ്പെടുക. അതുപോലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഗുരു സ്വീകരിച്ചിരുന്നത്. കെട്ടുകല്യാണം പോലുള്ള ആചാരങ്ങൾക്കെതിരെ ഗുരു നേരിട്ടിടപെട്ടിട്ടുണ്ട്. അന്ധവിശ്വാസജടിലമായ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നരബലി പോലുള്ള വൃത്തികെട്ട ആചാരങ്ങൾക്കെതിരെ ഗുരു ശക്തമായി നിലകൊണ്ടു എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഗുരു സമാധി അടഞ്ഞിട്ട് 100 വർഷമാകാറായ ഈ സന്ദർഭത്തിലും ഇത്തരം ദുരാചാരങ്ങളും അതുയർത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ ആളുകളിൽ തന്നെയാണ് അന്ധവിശ്വാസങ്ങളും
അനാചാരങ്ങളും നിലനിൽക്കുന്നത് എന്താണ് ഏറെ ഗൗരവതരമായ കാര്യം. നാം ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ കാലം വന്നതോടെ നമ്മുടെ ജീവിതശൈലിയിൽ, ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ എല്ലാ വിഭാഗം മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായാലേ ഗുരുദർശനം പറയുന്നത് പോലെ എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം സാധ്യമാവുകയുള്ളൂ. ഈ കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ മുറുകെ പിടിച്ച് മുന്നേറുന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 21 നമ്മൾ നടത്തിയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനമാണ്. 1991 നാം സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ തുടർ ചുവടുവെപ്പ് ഇപ്പോഴത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം. വികസിത രാജ്യങ്ങൾക്ക് പോലും അവകാശപ്പെടാനാവാത്ത വിധമുള്ള നേട്ടമാണ് ഇതിലൂടെ നാം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന് നാം വീണ്ടും മാതൃകയാവുകയാണ്. പുതിയ കാലത്തെ നേരിടാനുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മുഴുവൻ മനുഷ്യരിലേക്കും ഇവിടെ എത്തിക്കുകയാണ്. അതുപോലെ വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനം നമ്മുടെ കേരളം അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ഗുരു സങ്കല്പിച്ചതുപോലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇതിലൂടെയെല്ലാം ഗുരുദർശനം മുന്നോട്ട് വെച്ച സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മാതൃകകൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി നടക്കുന്ന അന്ധവിശ്വാസ ജടിലവും മനുഷ്യത്വ വിരുദ്ധവുമായ നടപടികൾക്കെതിരെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അവരനെ ചേർത്ത് നിർത്തുന്നതിൻ്റെയും പുതിയ മാതൃകകൾ കൂടി സൃഷ്ടിച്ച് മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ ആസ്ട്രേലിയൻ പാർലമെൻറ്റ് ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ പോസ്റ്റർ പ്രദർശനമാണ് നേരത്തെ നടത്തിയത്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ വർഷത്തെ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ചിന്തകൾ ഉണർത്താൻ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.